ഗൈസ് പറ. ഹായ് പറ. ഹലോ ഗൈസ്. ഹായ് 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 പറ. ഹായ് 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 കാണിക്ക്. ഹായ് കാണിക്ക്. ഹലോ നിക്ക്. എവിടെ പോണേ സാനെ? എവിടെ പോണേ? എവിടെ പോണേ? ചായ കുടിക്കാൻ. അപ്പോൾ ഗൈസ്, ഇതൊരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അവർ പറഞ്ഞ പോലെ ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും പാടെയാണ് വന്നിക്കുന്നത്. വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ്. എന്താ പറയുക, കുഞ്ഞിൻ്റെ എല്ലാവരും ഉണ്ട്. കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ചില മൊമെൻറ്റ്സ് അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് എൻജോയ് ചെയ്യും. അത് ചെറിയൊരു കാര്യത്തിന് പോകുക എന്തായാലും നമ്മളുടെ കൂടെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് കേട്ടോ അവൾക്കും. അപ്പോൾ അവളുടെ കൂടെ അവളുടെ ചേച്ചിമാരൊക്കെ ഉണ്ട്, അവളുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണമാമനും എത്തി, അവളുടെ അച്ചച്ചനും എത്തി. അങ്ങനെ എല്ലാവരും പാടെ ഒരു ചെറിയൊരു സ്ഥലത്താണെങ്കിലും എല്ലാവരും കൂടി ആയപ്പോൾ അതൊരു വൈബായി. ഒന്നുമില്ലാട്ടോ, ഞങ്ങൾ കുറച്ച് പൊക്കോടയും ചായയൊക്കെയാണ് കുടിച്ചത്. സിനാദേട്ടനും ഫാദിച്ചേച്ചിയും സന്നിയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ചായക്കടയിൽ വരുമ്പോൾ ഇവരിങ്ങനെ ചായ അടിക്കാൻ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ്. നമ്മളിത് വീട്ടിൽ ചെന്നിട്ട് നമ്മളടിക്കാൻ പോകുമ്പോൾ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിഞ്ഞൊക്കെ പോവും. പിന്നെന്താ, ഇത് എണ്ണയിൽ മറ്റേ ബോണ്ടൊക്കെ പൊരിക്കാനുണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഞാൻ എടുത്തതാട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു. ഞങ്ങളുടെ ലുല്ലുമാളായ ഞങ്ങളുടെ സിയൻ്റെ ഉപ്പൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഈ ചായക്കടൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് മിക്ക ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരും. കുഞ്ഞിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിക്കൊരു ക്രേസ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഈ കണ്ണ് ലോലിപ്പോപ്പാട്ടോ, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മേടിച്ച് കൊടുക്കാനേ ശ്രമിക്കില്ല. ഇവിടുത്തെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിറയെ ചോക്ലേറ്റ്സും കാര്യങ്ങളും ഫ്രണ്ടിൽ തന്നെയുണ്ട്, ബേക്കറി ഐറ്റംസ്. പക്ഷെ ഞാനൊന്നും അവൾക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ചോക്ലേറ്റ്സ് എസ്പെഷ്യലി ഞാൻ ഒന്നും കൊടുക്കില്ല അവൾക്ക്. അത് ആ ലോകം ഉണ്ടെന്ന് അവളെ ഞാൻ അറിയിക്കാണ്ട് മാക്സിമം നോക്കുകയാണ്. പക്ഷേ ഈ ലോലിപോപ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ അവൾക്ക് കുറേ മാമന്മാരും അവളുടെ അച്ഛനും ഒക്കെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കാണിച്ചു കൊടുത്ത് ശീലമാക്കിക്കൊണ്ട് അവൾ ദാച്ചാന്ന് പറയും. അപ്പോൾ അവിടുത്തെ ഇബ്രാഹിം മാമൻ, അതായത് സിയൻ്റെ ഉപ്പ, അത് അവൾക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യും. എന്താ ഇവിടുന്ന് പൊക്കിയത്? അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആലോചിച്ചത് കുഞ്ഞിക്ക് വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ദെൻ ഞങ്ങൾ സർപ്രൈസായിട്ട് വന്നിരിക്കുന്നത് എവിടേക്കാണെന്നറിയോ? ഞങ്ങൾ വന്നിരിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മ ചേച്ചിനെയും മമത ചേച്ചിനെയും അതുപോലെ ഷാനുവിനെയും ഒക്കെ കാണാനാട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവർ ഡ്രോയിങ്സൊക്കെ നോക്കിയിരുന്നു കേട്ടോ. എന്താന്ന് ഒന്നുകൂടി പറ, ഇങ്ങോട്ട് നോക്കി പറ. നമ്മുടെ സാധനം കോമ്പസിനെ കേട്ടോ ഈ ട്രാക്ടർ എന്ന് പറയുന്നത്. സംഭവം അവൾക്ക് മാറിപ്പോയതാന്ന് തോന്നുന്നു, പ്രൊട്രാക്ടർ അവൾ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവൾക്ക് തിരുത്തിയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ താത്ത ഞങ്ങൾക്ക് സെമി പായസമൊക്കെ തന്നു. കുഞ്ഞ് തീരെ ഒരു ഷുഗർ പേഴ്സൺ അല്ല കേട്ടോ, അവളൊരു സ്പൈസി ലവറാണ്. പക്ഷെ എന്തോ ഇത് നല്ല ഇഷ്ടമായി കേട്ടോ. ദെൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അമ്മയും ടിൻ ഗേൾസാണ് കേട്ടോ. വെരി സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് ഗേൾസാണ്. അവരുടെ റീൽസൊക്കെ കാണാൻ നല്ല രസമാണ്. കുഞ്ഞിപ്പോൾ പോയിട്ട് കുഞ്ഞ് നേരത്തെ കിട്ടിയ ലോലിപ്പോപ്പില്ലേ, അത് പൊട്ടിക്കോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇതാട്ടോ കുഞ്ഞിൻ്റെ ഷാനുക്ക. ആൾ ഭയങ്കര ഷൈ ആണെങ്കിലും പ്രോ ഡ്രൈവറാട്ടോ. പിന്നെ ഞങ്ങൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ.
ദെൻ ഈ വീഡിയോയിലുണ്ടല്ലോ കുഞ്ഞിൻ്റെ പപ്പീനെയും കൊണ്ടിട്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാട്ടോ. അച്ഛൻ്റെ കാറിൻ്റെ കീയൊക്കെ എടുത്തിട്ടാണ് പുള്ളിക്കാരിയുടെ വരവ്. കണ്ടോ, കറക്റ്റ് ഹോളിലുണ്ടെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതം തോന്നിയിട്ടോ. അതുകൊണ്ട് മാത്രമേ ഈ ക്ലിപ്പിങ്സ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഭാവിയിൽ അവൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ അവളുടെ പപ്പീനെയും കൊണ്ട് പോകാൻ പോയതൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, ഈ വീഡിയോ ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയത് എത്ര ചെറിയ പ്ലേസിലേക്കാണെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ ഫേവറേറ്റ് ആൾക്കാരുള്ളതുകൊണ്ട് അതൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതൊരു മെമ്മറബിൾ വീഡിയോ ആയിട്ട് കീപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ.